നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെ മാന്യമായ രീതിയിൽ കമന്റ് ചെയ്ത് നമുക്ക് ഒരു ഉണർവും ഊർജവും നൽകിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകം പറയാൻ കാരണം എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുടെ കമന്റുകൾ അതിലുണ്ടായിരുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുതിയ പരമ്പര ചെയ്യുന്നത്. മലയാള സാഹിത്യത്തിലെ, അതായത് ചരിത്ര നോവലുകളിലെ ചരിത്രവും മിഥ്യയും അവയാണ് നമ്മൾ ഇന്ന് മുതൽക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു എന്റർടൈൻമെന്റുമാണ്, എന്നാൽ അതോടൊപ്പം തന്നെ അതിലെ ചരിത്രവും ഉണ്ട്, മിഥ്യയും ഉണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു പരമ്പരയാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ എല്ലാ ഇതിലും നിങ്ങൾ ഇതുവരെ കേട്ടതുപോലെ എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ മഹാനായ തന്നെ പറയാം, CB രാമൻപിള്ളയുടെ മാർത്താണ്ഡ വർമ്മ എന്ന ഒരു കൃതിയിൽ നിന്ന് നമുക്കങ്ങ് തുടങ്ങാം. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചിട്ടാണ്. അതിലെ ചരിത്രം, അതിലെ മിഥ്യ, അതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ഒരു 5 ചാപ്റ്റർ, അതായത് 5 അധ്യായങ്ങൾ, അതിലെ കഥ പറയാം. അത് ചുരുക്കമായിട്ട് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം അവസാനം നമ്മൾ ഇതിൻ്റെ ചെറിയൊരു വിശകലനം, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ തുടക്കം വരുന്നത് നമുക്കറിയാം, തിരുവിതാംകൂട് എന്ന ആ പഴയ രാജ്യത്തിൻ്റെ അതിൻ്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ ആ പരിസരത്ത് ഒരു കുറ്റിക്കാട് എന്ന് പറയാം. കാരണം കരിമ്പനകളും മറ്റുള്ള കള്ളിമുൾ ചെടികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കാട്ടിലൂടെ, രാത്രിയാണ് സമയം. അപ്പൊ ചന്ദ്രന്റെ പ്രകാശമുണ്ട്. ആ സമയത്ത് അതിൽ ഇഴജന്തുക്കളും ജീവികളൊക്കെ ഉണ്ട്. അധികം മഴയും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്, പഴയ കാലമാണ്, നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ആർത്തനാദം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ അയ്യോ നാരായണ എന്നൊക്കെ ഉള്ള വിളിയിൽ ഒരു 20 വയസ്സോളം പ്രായമുള്ള രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു യുവാവ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്നത്? അപ്പോൾ സാധാരണ അദ്ദേഹം പറയുന്നത് പോലെ രക്തത്തിൽ വാർന്നു കിടക്കുന്ന, വെട്ടുകിട്ടി കിടക്കുന്ന ഇയാള് ഒന്നുകിൽ കനകം മൂലം അല്ലെങ്കിൽ കാമിനി മൂലം എന്ന് പറഞ്ഞാൽ, കള്ളന്മാരാണെങ്കിൽ സ്വർണം ഒക്കെ എടുത്തു കൊണ്ടുപോകണം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ ആഭരണങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടല്ല, പിന്നെ കാമിനി മൂലമായിരിക്കാം എന്നും വിചാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ തെളിവ് എന്താന്ന് പറയുന്നില്ല. ആ സമയത്താണ് ഒരു സ്വർണ്ണ വസ്ത്രധാരിയായ ഒരു പുരുഷൻ, അതിന്റെ പിന്നിൽ കുറച്ച് ഒരു നല്ല ഗാംഭീര്യമുള്ള ഒരു വൃദ്ധൻ, പിന്നെ വേറൊരു 2 പേരും ഇവര് ആ വഴിക്ക് വരുന്നു. അങ്ങനെ ഈ സ്വർണ്ണധാരിയായ അല്ലെങ്കിൽ സ്വർണ്ണ വസ്ത്രധാരിയായ ഈ മനുഷ്യൻ ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന, അല്ലെങ്കിൽ ഏകദേശം പ്രാണൻ പോകുമെന്ന് കരുതുന്ന ഈ ഒരു യുവാവിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിനെ പരിശോധിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, എന്തിനാ വേണ്ടാത്ത വണ്ടി വലിക്കും എന്ന രീതിയിൽ ചില സംഭാഷണങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിൽ എഴുതുന്നില്ല. അങ്ങനെ അവസാനം ഈ യുവാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കണം ഈ വയസ്സായ ആൾ വന്ന് ഇയാളെ പരിശോധിക്കുകയും, അങ്ങനെ ഇവര് 2 വേൽക്കാർ എന്ന് പറഞ്ഞ 2 കുന്തക്കാരാണ്. കുന്തത്തിന്റെ മുകളിൽ അരയിൽ ചുറ്റിയിട്ടുള്ള അവരുടെ വസ്ത്രങ്ങൾ കെട്ടി ഒരു മഞ്ചൽ പോലെ ആക്കി അതിൽ ഈ യുവാവിനെ കിടത്തി യാത്ര ചെയ്യുകയാണ്. അതാണ് ആദ്യത്തെ അധ്യായത്തിൽ കാണിക്കുന്നത്. അതിൽ തന്നെ കുറച്ചുകൂടി ഭാഗം പറയുന്നുണ്ട്. അതായത് ഇതില് പറയുന്നത്, അപ്പുറത്ത് പത്മനാഭപുരത്തില് പഴയ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു, ചാരോട് കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടത്. ആ സമയത്ത് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ആരുമില്ല. അതിനൊരു മതിലുണ്ട്, 2 ഭാഗത്തേക്ക് 2 വാതിലുണ്ട്. അപ്പൊ അവിടെ ഒരു 20ഓ 25ഓ വയസ്സായി തോന്നുന്ന, വളരെ കോമളനായിട്ട് തോന്നുന്ന, എന്നാൽ വളരെയധികം പ്രസരിപ്പ് തോന്നുന്ന, താടി മുടിയൊക്കെ ഉള്ള ഒരു ബ്രാഹ്മണൻ അവിടെ ഒരു കൽപ്പടവിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹത്തിന് വളരെയധികം, കാരണം ബ്രാഹ്മണനാണെങ്കിലും അദ്ദേഹത്തിന് നല്ല മസിലൊക്കെ ഉണ്ട് എന്ന രീതിയിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. പക്ഷെ ആഭരണങ്ങളൊന്നും ഇല്ലതാനും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം ആലോചനയാണ്. അദ്ദേഹം കിഴക്ക് മലയിലേക്ക് നോക്കി എന്തോ ആലോചനയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് പരമേശ്വരൻ പിള്ള
എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുചരനെ വിളിക്കുന്നു. അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഭയഭക്തി ബഹുമാനത്തിലൂടെ ഇദ്ദേഹം ഒരു നല്ല ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇവരുടെ സംഭാഷണത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അത് യുവരാജാവ് മാർത്താണ്ഡ വർമ്മയാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂരത്തുനിന്ന് എന്തോ ചെറിയൊരു ശബ്ദം കേൾക്കുന്നു. അപ്പോ പരമേശ്വരൻ പിള്ളയോട് അത് എന്താണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പരമേശ്വരൻ പിള്ള അവിടെ നിന്ന് അത് നോക്കിയതിന് ശേഷം ഒരു 10-12 പേരുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അത് പത്മനാഭൻ തമ്പിയുടെ അനുചരന്മാരാണ്, ഇവരെ ഇദ്ദേഹത്തിനെ കൊല്ലാൻ വരുന്നവരാണ് എന്ന് മനസ്സിലാക്കി ഇവരുടനെ അപ്പുറത്തുള്ള മതിൽ ചാടി ഓടുകയാണ്. ആ സമയത്ത് ഈ വേലിക്കുറുപ്പ് എന്ന് പറയുന്ന ഈ പത്മനാഭൻ തമ്പിയുടെ എന്തും കേൾക്കാൻ അല്ലെങ്കിൽ എന്തും അനുസരിക്കുന്ന ആ ഒരു ഭടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അനുയായി ഒരു 14ഓളം പേര്, മൊത്തം 14 പേര് അവര് അവിടെ എത്തുന്നു. ഈ വേലിക്കുറുപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമുണ്ട്. അദ്ദേഹം ചക്കിനെ പോലെയാണ്, ചക്കിന്റെ അത്ര ഹൈറ്റ് ഉയരവും എന്നാൽ ഒരു ചക്ക് പോലെ നല്ലൊരു ഒരു കൂറ്റനായ ഒരു വ്യക്തിയും, പല്ലുകളൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, അതുപോലെ കണ്ണുകൾ തുറിച്ച, അങ്ങനെ ഒരു ഭീമാകാരനായ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത, പത്മനാഭൻ തമ്പി പറയുന്നത് കേൾക്കുന്ന, അനുസരിക്കുന്ന, അക്ഷരാംപ്രതി അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലായി ഈ മതിൽ ചാടി ഇവർ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. തുടർന്ന് അവർ പുറകെ ഓടുകയാണ്. അങ്ങനെ ദൂരത്ത് വെച്ച് ഇവരെ കാണുന്നു. കാണുമ്പോൾ തന്നെ ഇവരെ ആക്രോശിക്കുന്നു ഇദ്ദേഹത്തിനെ കൊല്ലണമെന്ന്. അപ്പൊ ദൂരത്ത് ഈ മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ പരമേശ്വരൻ പിള്ളയും ഓടുന്ന സമയത്ത് അവിടെ ഒരു ചാന്തനെ കാണുന്നു. ചാന്തൻ എന്തെല്ലാമോ ആംഗ്യങ്ങൾ കാണിക്കുന്നു. ആ ആംഗ്യത്തിന്റെ ആ ആംഗ്യം കാണിക്കുമ്പോൾ അദ്ദേഹം തൊട്ടപ്പുറത്ത് ഒരു പ്ലാവുണ്ട്, അത് ഉണങ്ങി, അതിന്റെ ശിഖരങ്ങളെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു പൊത്തുണ്ട്, ഒരു അറയോളം വലുപ്പമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കൈ കാണിച്ച് കയറിക്കോളാൻ പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഇവർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. ഈ ചാതൻ അതിനുശേഷം നേരെ കിഴക്കോട്ട് ഓടുന്നു. അതിന്റെ പിന്നാലെ ഇവരും ഓടുന്നു, വേലിപ്പിള്ളയും അതുപോലെ വേലിപ്പിള്ളയല്ല വേലുക്കുറുപ്പും അദ്ദേഹം അനുചരന്മാരും. അപ്പൊ അതിലെ ആക്രോശങ്ങൾ നടക്കുന്നുണ്ട്. ആണായാൽ അവനെ കൊന്നിരിക്കണം എന്നുള്ള ആ ആക്രോശങ്ങൾ. അങ്ങനെ കുറച്ചപ്പുറത്ത് ചെല്ലുന്ന സമയത്ത് ഈ ചാന്തൻ അവിടെ നിന്ന് പാട്ടുപാടി കളിക്കുന്ന ഒരു സ്ഥലത്തെത്തുന്നു. ഇവര് പോയ ഉടനെ തന്നെ ഈ പൊത്തിൽ നിന്ന് മാർത്താണ്ഡവർമ്മയും പരമേശ്വരൻ പിള്ളയെ ഇറങ്ങി അവര് അടുത്ത് ഏതെങ്കിലും നായർ ഗ്രഹമുണ്ടോ എന്ന് അന്വേഷിച്ച വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ചാതാനോട് വേലുക്കുറുപ്പ് ചോദിക്കുന്നു, ഇതിലൂടെ ഒരു ബ്രാഹ്മണൻ പോയോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പുലി വന്നേ, പുലിയെ കണ്ടേ കണ്ടേ എന്നുള്ള പാട്ട് പാടുകയാണ്. അതോടുകൂടി ഇയാൾക്ക് ദേഷ്യം വരുന്നു. വീണ്ടും ചോദിക്കുന്നതിനൊക്കെ ധിക്കാരപരമായിട്ടുള്ള ഈ മറുപടി കേട്ട് അദ്ദേഹം അവിടെ നിന്ന് ഈ വേലുക്കുറുപ്പ് ഇദ്ദേഹത്തിനെ പ്രഹരിക്കുന്നു. അതായത് പാദം കൊണ്ട് പ്രഹരിക്കുന്നു. അത് കൊണ്ട ഉടനെ ചാന്നാന്റെ മുഖത്ത് ദേഷ്യം ചാന്നാന്റെ മുഖത്ത് കാണാം. പക്ഷെ അദ്ദേഹം ഉടനെ പ്രതികരിക്കുന്നില്ല. ആ സമയത്ത് ഈ മരത്തിന്റെ മറവിൽ നിന്ന് ചില അമ്പുകൾ അവിടെ പ്രവഹിക്കുകയും അവ ഈ ആളുകളെ വീഴ്ത്തുകയും ചെയ്തതോടുകൂടി ഇത് എന്തൊരു മരണമാണെന്ന് വിചാരിച്ച് വേലുക്കുറുപ്പും അനുചരന്മാരും അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഒരു യുവകോമളനായ ഒരു 20 വയസ്സുകാരനായ ഒരു കറുത്ത വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു വില്ലൊക്കെ തൂക്കി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ അമ്പ് ഉള്ള ആവനാഴി എല്ലാം ഉണ്ട്. അദ്ദേഹം അവിടുന്ന് വരുന്നു. ഇവർ തമ്മിൽ എന്തോ സംഭാഷണം നടത്തുന്നു. അതിനുശേഷം വീണ് കിടക്കുന്ന എല്ലാ അമ്പുകളെല്ലാം പെറുക്കി അദ്ദേഹം കാലുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന 2 പടയാളികളെ അല്ലെങ്കിൽ ഈ നായന്മാരെ കാലുകൊണ്ട് തൊഴിച്ച് അപ്പുറത്തേക്ക് മാറ്റി അങ്ങ് പോകുകയാണ്. ഇതാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി 3ാമത്തെ അധ്യായത്തിലേക്ക് വരാം. മഴ എപ്പോഴാ പെയ്യുക എന്നറിയില്ല, പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മഴ പെയ്യുകയാണ്, നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഷൂട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ഘട്ടം വരുന്നത്, ഇനി പത്മനാഭപുരത്തിനെ പോലെ തന്നെ അന്ന് അത്ര പ്രതാപമില്ലെങ്കിലും തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പത്മനാഭപുരം ക്ഷേത്രത്തിന്റെ ആ പരിസരമൊക്കെ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു തലസ്ഥാനമാക്കി നിലനിർത്താനുള്ള പ്രൗഢി അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു ആ കാലത്ത്. ആ സമയത്ത് പക്ഷെ അത്ര തന്നെ പത്മനാഭപുരത്തിന്റെ അത്ര തന്നെ പ്രൗഢി ഉണ്ടായിരുന്നില്ല. ഈ പത്മനാഭപുരം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട്
ഈ ഉയർന്ന വർഗ്ഗക്കാരായിട്ട് അന്ന് കണക്കാക്കിയിരുന്ന ഈ നായന്മാര്, അതുപോലെ തിരുമുൽപ്പാടുമാര്, നമ്പൂതിരിമാരെല്ലാവരും താമസിച്ചിരുന്നു. അതിൻ്റെ അവിടെയായിട്ടാണ് ഈ ചെമ്പകശ്ശേരി തറവാടുള്ളത്. അതായത് ഉഗ്രപ്രതാപിയായ കഴക്കൂട്ടത്ത് പിള്ളയുടെ മാതൃഗൃഹമായ ചെമ്പകശ്ശേരി തറവാട് അവിടെയാണ്. ചെമ്പകശ്ശേരിയിലെ അന്ന് ഈ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ മൂത്ത പിള്ളയാണ്. മൂത്ത പിള്ള അതിൻ്റെ മുന്നത്തെ ആൾക്കാരെ കുറിച്ച് ഒക്കെ ചെറുതായിട്ടൊരു വിവരണം നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതൊരു വലിയൊരു വീടാണ്. വീടിന്റെ കംപ്ലീറ്റ് ആയിട്ട് വിവരണങ്ങൾ നടത്തുന്നുണ്ട്. വലിയൊരു 8 കെട്ട് പര, 8 അല്ല 16 കെട്ടിന്റെ രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം അപ്പൊ അതിൽ തന്നെ അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പാറുക്കുട്ടി എന്ന് വിളിക്കുന്ന കഴക്കൂട്ടത്ത് പിള്ളയുടെ മകളെയാണ്. അവർക്ക് 14 വയസ്സാണ് പ്രായമുള്ളത്. അതുപോലെ തന്നെ അവരുടെ കഴക്കൂട്ടത്ത് പിള്ളയുടെ ഭാര്യയായ, എന്നാൽ ഈ മൂത്ത പിള്ളയുടെ പെങ്ങളായിട്ടുള്ള കാർത്തിയായനി അമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കാർത്തിയായനി അമ്മയ്ക്ക് 37 വയസ്സും അതുപോലെ തന്നെ മൂത്ത പിള്ളയ്ക്ക് 49 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ അവിടെ ഈ ആയുധപ്പുരയും കളപ്പുരയും എല്ലാം ഉണ്ട് ഈ ഒരു വീട്ടിൽ. കളപ്പുര പറയുന്നില്ല, ആയുധപ്പുരയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ അനന്തരവളായിട്ടുള്ള ഈ പാറുക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാറുക്കുട്ടി അവരെ ആ രീതിയിൽ പാറു എന്ന് വിളിക്കുന്നത്, അവളെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് മൂത്ത പിള്ളയ്ക്ക് മാത്രമായിരുന്നു. ബാക്കിയുള്ളവർക്ക് അത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. തങ്കം എന്നാണ് കാർത്തിയായനിയമ്മ ഇവരെ വിളിച്ചിരുന്നത്. പാറുക്കുട്ടി പിള്ള എന്നാണ് അവര് യഥാർത്ഥത്തിലുള്ള പേര്. അപ്പോൾ അവിടെ ആ അറപ്പുരയിലേക്ക് വേറെ പുരുഷന്മാർക്കൊന്നും വരാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതായത് കഴക്കൂട്ടത്ത് പിള്ളയ്ക്ക് വരാമായിരുന്നു, അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് പിള്ളയുടെ അനന്തരവനായ തേവൻ വിക്രമൻ പിള്ളയ്ക്ക് അതിൻ്റെ അകത്തേക്ക് വരാമായിരുന്നു, ഉള്ളിലേക്ക് കടക്കാനുള്ള പ്രവേശനം. പിന്നെ മൂത്ത പിള്ളയെ വരാറുള്ളൂ. പക്ഷേ ഈ തേവൻ വിക്രമൻ പിള്ളയ്ക്ക് എന്തായാലും ഈ പാറുക്കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പലപ്പോഴും വരികയുണ്ടായെങ്കിലും പാറുക്കുട്ടിക്ക് തേവൻ വിക്രമൻ പിള്ളയായിട്ട് യാതൊരു വിധത്തിലുള്ള അടുപ്പവുമോ അല്ലെങ്കിൽ ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. ഇവരുടെ ഒരു സംഭാഷണം നടക്കുകയാണ്. പാർവതിക്ക് അല്ലെങ്കിൽ പാറുക്കുട്ടിക്ക് വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം എന്തോ ഓർത്ത് അവർ കരയുന്നു. രാമായണം വായിക്കുന്നു. രാമായണത്തിൽ തന്നെ ഒരു പേജ് പകുക്കുക എന്ന് പറയും. അതെടുത്ത് നോക്കിയിട്ട് അതിലെ 7 വരി കഴിഞ്ഞ് 7ാമത്തെ അക്ഷരം നേർക്ക് വായിക്കുമ്പോൾ എന്തോ അവർക്കൊരു സന്തോഷവും ദുഃഖവും എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർത്തിയായനിയമ്മ കടന്നു വരുന്നത്. അവിടെയാണ് ഇതിന്റെ ഹേതു നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ആ ഹേതു എന്ന് പറയുന്നത് അനന്തപത്മനാഭൻ എന്ന് പറയുന്ന പേര് പറയുന്നില്ലെങ്കിലും അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഇവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ നഷ്ടമാണ് ഈ പറയുന്നത്. അപ്പോ അത് മരിച്ചു പോയില്ലേ, ഇനി എന്തിനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ദുഃഖിക്കുന്നത്, നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല പാറുക്കുട്ടി. മരിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? വേലുക്കുറുപ്പാണ് പറഞ്ഞത്. അതായത് പഞ്ചവൻകാട്ട് നീലി കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. വേലുക്കുറുപ്പിനെ വളരെ ഒരു മോശം ക്രൂരൻ ഒക്കെ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേലുപ്പിള്ള അദ്ദേഹം പറഞ്ഞത് ഇളയ മഹാരാജാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടല്ലോ, അതെങ്ങനെയാണ്, അത് ആള് മാറിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ അവര് പറയുമ്പോൾ ഇതിന്റെ ഒരു കഥ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലാത്ത രീതിയിൽ പറയുമ്പോഴാണ് ഒരു കഥ അവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഈ പറയുന്ന നാഗർകോവിലില് ഒരു പഴയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ അത്യാവശ്യം സുന്ദരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല ധനികയായിരുന്നു. പക്ഷെ അവർ വേറെ ഒരാളെയും കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഒരു പട്ടര് അവിടെ വരികയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ പട്ടര് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവരെയും കൊണ്ടുവരുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഈ പഞ്ചവങ്കാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അവിടെ കള്ളിമുള്ളികളാണ് ഉണ്ടായിരുന്നത്. ആ കള്ളിമുള്ളിന്റെ അവിടെ വെച്ച് ഭർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഈ സ്ത്രീ ഈ ഭാര്യ ഇദ്ദേഹത്തിന്റെ മടിയിൽ കിടക്കുന്നു. മടിയിൽ കിടന്നപ്പോൾ നന്നായിട്ട് ഉറങ്ങി എന്ന് തോന്നിയപ്പോൾ ഈ പട്ടര് ഇവരുടെ തല പതുക്കെ എടുത്ത് അപ്പുറത്ത് ഒരു കല്ലിന്റെ മുകളിൽ വെക്കുകയും വേറൊരു കല്ലെടുത്ത് ഇവരെ ഒന്ന് പ്രഹരിപ്പിക്കുക, അതായത് തല്ലി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തല്ലുന്നു. അത് കിട്ടിയ ഉടനെ തന്നെ കൊല്ലാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഇവരെ ഉറക്കെ കള്ളി നീ സാക്ഷി എന്ന് പറയുന്നു. അതായത് കള്ളിമുൾച്ചെടികളെ ആയിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അവരങ്ങനെ മരിച്ചപ്പോൾ അവരുടെ ആഭരണങ്ങളും മറ്റു സാധനങ്ങളും എടുത്ത് ഈ പട്ടര അവിടുന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നു. അങ്ങനെ അയാൾ അവിടെ ജീവിക്കുന്ന സമയത്ത് അപ്പോഴേക്കും ഇവര് ഇതിന്റെ ഇടയിൽ വരുന്നതും കഥ വീണ്ടും തുടരുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ശുചീന്ദ്രം തേരോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ
കുറച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ക്ഷണിക്കുകയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അതിലിങ്ങനെ വരുന്ന സമയത്ത് ഈ പഞ്ചവങ്കാട് ആ ഭാഗത്ത് വരുമ്പോൾ ഒരു കുട്ടിയുമായിട്ട് ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ആ കാലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ പലപ്പോഴും അത് വേശ്യകളൊക്കെ ആണെന്നുള്ള ധാരണയിൽ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും വിട്ടുപോയി. പക്ഷെ ഇദ്ദേഹത്തിന് ആ ഒരു സൗന്ദര്യത്തിൽ മയങ്ങി ഇവരുടെ പുറകിലൂടെ ഇവരുടെ പിന്നാലെ ചെന്നു. അങ്ങനെ ഈ പറയുന്ന സ്ഥലത്ത് കള്ളിയങ്കാട്ടിന്റെ അവിടെ എത്തിയപ്പോൾ മുറുക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ മതി മയങ്ങി നിൽക്കുന്ന സമയത്ത് ആ മുറുക്കാൻ എടുക്കുന്ന സമയത്താണ് ഈ പട്ടര് ഈ സത്യം മനസ്സിലാക്കുന്നത്. ഇത് കൊന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ആ രൂപം വരികയും പിന്നീട് അതൊരു ആകാര രൂപം പൂണ്ട് വലിയ ദ്രംഷ്ടകളും നാക്കും ഒക്കെ ആയി വളരെ ഭീകര രൂപമായിട്ട് അദ്ദേഹത്തിനെ നെടുപ്പളർന്ന് ചോരയൊക്കെ കുടിച്ച് ഭക്ഷണം അത് കഴിച്ച് ഉപേക്ഷിച്ചു എന്നാണ്. അങ്ങനെയാണ് ആ യക്ഷി പ്രതികാരം വിട്ടത്. അപ്പൊ ഇന്നത്തെ കാലത്ത് യക്ഷി എന്ന് പറയുമ്പോൾ കള്ളിയങ്കാട്ട് അതായത് ഷാമ്പുവും അതുപോലെ വെളുത്ത വസ്ത്രവും ധരിച്ചിട്ടുള്ള ഒരു യക്ഷിയിൽ നിന്ന് മാറി ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടുള്ള യക്ഷിയിലേക്ക് വന്നിട്ടുള്ള സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇത് വേറൊരു രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. പിന്നീട് അദ്ദേഹം ചെല്ലുന്നത് നേരെ അതായത് പിന്നെ അതാണ് ആ ഒരു ഘട്ടം പറയുന്നത്. ഇനി അടുത്ത അതായത് 5-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ മാങ്ങോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് ഈ പത്മനാഭപുരത്തിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വലിയൊരു ഗൃഹമുണ്ട്. അവിടെ ഒരു കുറുപ്പുണ്ടായിരുന്നു. ഈ കുറുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ കുറുപ്പ് വളരെ അജാനബാഹുവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും അദ്ദേഹത്തിന് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്കും ഉയരം ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുടവയറൊക്കെ ഉള്ള ഒരു കുറുപ്പായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലൊരു കളരിയും കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം കാര്യങ്ങൾ, അതായത് ഈ കളരിയൊക്കെ അഭ്യസിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം അവിടുത്തെ ഒരു നാട്ടു പ്രമാണി തന്നെ ആയിരുന്നു. അവിടെ നടക്കുന്ന തീർപ്പുകൾ, വ്യവഹാരത്തിനൊക്കെ തീർപ്പ് അദ്ദേഹം കൽപ്പിച്ചു കഴിഞ്ഞാൽ മഹാരാജാവ് പോലും പിന്നീട് അതിൽ ഇടപെടാറില്ല എന്ന് എഴുതുന്നു. അത്രയും അദ്ദേഹത്തിന് എല്ലാവർക്കും ബഹുമാനമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു ദിവസം തൻ്റെ പാടവും സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് വരുന്ന സമയത്ത് കുറച്ച് അപ്പുറത്ത് കുന്നിന്റെ മുകളിലായിട്ട് കുറച്ച് വൈകുന്നേരം സന്ധ്യയിൽ 2 പേര് പതുങ്ങി പോകുന്നത് കണ്ടു. കണ്ട ഉടനത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വരികയും അറപ്പുരയുടെ വാതിൽ ഇടാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്യും. ആ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണനും പരമേശ്വരൻ പിള്ളയും വരുന്നത്. ബ്രാഹ്മണൻ പറയുന്നത് മഹാരാജാവാണ്. അദ്ദേഹം വരുന്നു. അവിടെ വരുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്നു. കണ്ടപ്പോൾ മമ്മൂട്ടിയെയും മോഹൻലാലിന്റെയും ആരാധകനായ വ്യക്തി ആകസ്മികമായി കണ്ടാൽ എന്തുണ്ടാകും, അതുപോലെ ഇദ്ദേഹം വായും പൊളിച്ച് നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ ഒരു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അതാണ് അദ്ദേഹം അവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഇവർ സംശയിച്ചു പോയി, ഇയാൾക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് വിചാരിച്ചു. എങ്ങനെയായാലും ആ സംഭാഷണത്തിനൊടുവിൽ അദ്ദേഹത്തിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അകത്തേക്ക് കൊണ്ടുവന്നതിന്റെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു അനന്തരവനായ ഒരാളെ തന്നെയാണ് അവിടെ നിർത്തുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തികച്ചും പഴയ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, വേലു കുമാരനെയും കൃഷ്ണനെയും പറഞ്ഞയച്ചിട്ടുണ്ട് ഈ പത്മനാഭപുരത്തേക്ക് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് സംശയമായി. അപ്പൊ ഇവർ തമ്മിൽ ഒരു കോഡ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പത്മനാഭ പിള്ളയും മാർത്താണ്ഡ പറയും ചതിക്കാനുള്ള പരിപാടിയാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണത്തിന് വിളിക്കുന്നു. ഭക്ഷണത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് മഹാരാജാവിനെ വിളിക്കുന്നു. അങ്ങനെ മഹാരാജാവ് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് കുറുപ്പ് അകത്തേക്ക് കയറി ഉടനെ വാതിലടയ്ക്കുന്നു. ആ വാതിലടയ്ക്കുന്നത് കണ്ടപ്പോൾ പരമേശ്വര പിള്ളയ്ക്ക് സംശയമാകുന്നു. അദ്ദേഹം വാതിലിൽ പ്രഹരിക്കുന്ന സമയത്ത് അകത്ത് നിന്ന് മഹാരാജാവ് പറയുന്നു, നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞപ്പോഴാണ് പോകുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് കുറുപ്പ് ഇത് ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോയ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പറയുകയും എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട ആവശ്യം, ഇവിടെ ഉള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൂടെ, ഇന്നേക്ക് 9-ാമത്തെ ദിവസം ഞാനും എൻ്റെ കുറച്ച് ആൾക്കാരും അങ്ങ് തിരുവനന്തപുരത്തേക്ക് വരാമെന്ന് പറയുന്നു. അപ്പൊ മാർത്താണ്ഡവർമ്മ അമ്മാവന്റെ മരണത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ രോഗവിവരം അറിഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കുറിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഇദ്ദേഹം നല്ലൊരു ബുദ്ധി അല്ലെങ്കിൽ നല്ലൊരു അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ആരും കൂസാതെ മഹാരാജാവാണെന്നോ മറ്റൊരു കാര്യങ്ങളോ ആണെന്നോ ഒന്നും ചിന്തിക്കാതെ ഉള്ള കാര്യം വെട്ടി തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് പരമേശ്വരൻ പിള്ള വന്നപ്പോൾ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ചുകൂടി ഒരു അത്ര ബുദ്ധി ഇല്ലെങ്കിലും ഭയങ്കര കൂറുള്ള, മഹാരാജാവിനോട് കൂറുള്ള, എന്നാൽ കുറുപ്പിന്റെ അത്ര ബുദ്ധിയുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ശരി പിറ്റേ ദിവസം പുറപ്പെട്ടു പോകാം എന്നുള്ള എന്താണ് 4 നാഴിക പകലുള്ളപ്പോൾ
അവര് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് പത്മനാഭപുരത്തേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് എൻ്റെ ശേഷക്കാരെ രണ്ടുപേരെ, അവിടുത്തെ വിവരങ്ങളൊക്കെ എന്താണെന്നുള്ളത് അറിയട്ടെ, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവർ മടങ്ങി വന്നില്ല. അപ്പൊ ഇവർക്ക് സംശയമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഒരു സന്ധ്യയോട് ആ സമയമാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഒരാള്, അതായത് ഇവരുടെ ശേഷക്കാരിൽ ഒരാള് ഉറക്കെ അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി ഓടി വന്ന് പറയാണ് അവിടെ നിന്ന് പുറപ്പെട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അവര് 100-150ഓളം ആളുകളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വീടിന് പുറത്ത് പറയരെയാണ് കാവല് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നു, ഉടനെ തന്നെ അദ്ദേഹം കഠിനമായ ശബ്ദത്തിൽ വിളിച്ച് അനന്തരവനെ ഏർപ്പാടാക്കി, സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല മഹാരാജാവിനെ രക്ഷിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്പുറത്ത് മല കയറി കൊണ്ടുപോയി അവിടെ ഒരു ആറുണ്ട്, ആറിന്റെ പരിസരം വരെ അതുവരെ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് തിരിച്ചു വരണം, കൂടെ 2 പേരെ കൂട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നു. ആ സമയമാകുമ്പോഴേക്കും ഈ വേൽക്കാർ അല്ലെങ്കിൽ വേലുക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ വാളും, വേൽക്കാരെന്ന് പറയുന്ന കുന്തക്കാരും, ഇവരെല്ലാവരും അങ്ങ് വളയുന്നു. വളരെയധികം യുദ്ധം നടക്കുകയാണ് പുറത്ത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഉടനെ പോകാൻ പറയുമ്പോൾ മഹാരാജാവ് പോകാൻ മടിക്കുന്നു. അദ്ദേഹം ഇതിന്റെ അറ്റം കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഈ കുറുപ്പ് അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ്, പോകാൻ വേണ്ടി പറയുന്നു. പക്ഷെ മാങ്കോട് കുറുപ്പ് പക്ഷെ അത് മഹാരാജ കേൾക്കുന്നില്ല. അവസാനം അദ്ദേഹം അകത്ത് നിന്ന് ഈ ഒരു വെട്ടുകത്തി പോലുള്ള സാധനം എടുത്തു കൊണ്ടുവന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യും, പോയില്ല എന്ന രീതിയിൽ വന്നപ്പോഴാണ് മഹാരാജാവ് പോകാൻ സമ്മതിക്കെങ്കിലും അവരങ്ങനെ അറപ്പുരയുടെ ഉള്ളിലേക്ക് ഇവരെ കയറ്റി. അതിനെ കയറ്റി ഉടനെ തന്നെ വാതിൽ ഇദ്ദേഹം പൂട്ടി. അപ്പൊ അനന്തരവൻ ഓടി വന്ന് വാളും പരിചയവുമായിട്ട് അവിടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വേൽക്കാരും, അതായത് ഈ വേലുക്കുറുപ്പിന്റെ ആൾക്കാരെല്ലാം വളഞ്ഞു കഴിഞ്ഞു. അവർ ഉള്ളിലേക്ക് കടന്ന ഉടനെ തന്നെ ഇദ്ദേഹം കിട്ടാ എന്ന് ഒരു ഉറക്കെ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ തയ്യാറെടുത്തുകൊണ്ടാണ്. അങ്ങനെ പറയലും ഇവരുമായിട്ടുള്ള യുദ്ധം രാത്രി ആയതുകൊണ്ട് ഇവർ ആൾക്കാരെ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് 2 കോല് നീളമുള്ള വാൾ വെച്ചിട്ടാണ് വേലുക്കുറുപ്പുമായിട്ട് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അത് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ആ ബ്രാഹ്മണനെ ഇങ്ങോട്ട് ഇറക്കി വിട്, നിനക്കെന്തിനാണ് നിന്റെ ജീവൻ കളയുന്നത് എന്ന് വേലുക്കുറുപ്പ് പറയുമ്പോൾ അദ്ദേഹത്തിന് രോഷാകുലനായിട്ട് ചീത്ത പറയുകയും ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. ഈ സമയത്ത് പറയരുടെ അവര് കുറച്ചു കാലം പിടിച്ചു നിന്നെങ്കിലും പക്ഷെ അവർ വീഴാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ കുറുപ്പിനെ എല്ലാവരും കൂടി വളയുകയാണ്. വളയുന്ന സമയത്ത് അദ്ദേഹം തിരിച്ച് വെട്ടി വീഴ്ത്തുന്ന സമയത്ത് വേലുക്കുറുപ്പിന്റെ വാളിന് നീളം പോരാ എന്ന് തോന്നുന്നുകൊണ്ട് അദ്ദേഹം കുന്തവുമായിട്ടാണ് വരുന്നത്. അങ്ങനെ അവിടെ കൈകാലുകളൊക്കെ വെട്ടി അത് അറ്റു വീഴുന്ന, അങ്ങനെ ഭയങ്കര ഘോര യുദ്ധം നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വലിയ വെളിച്ചം അദ്ദേഹം കാണുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗത്തായിട്ട് വീടിന് തീ കൊളുത്തിയിരിക്കുന്നു. ആ തീ കൊളുത്തിയിരിക്കുന്ന സമയത്ത് ഈ അറപ്പുരയുടെ വാതിലും തീ കൊളുത്തിയപ്പോ എങ്ങനെയാണ് എൻ്റെ മഹാരാജാവിനെ രക്ഷിക്കേണ്ടതെന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ഇവർ ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇവര് ഉല്ലസിക്കുകയാണ്. അതായത് വേലുക്കുറുപ്പും കൂട്ടരും ഉല്ലസിക്കുകയാണ് അവിടെ ഇത് കത്തി കാണുന്ന സമയത്ത്. അദ്ദേഹത്തിന്റെ ആ സമയത്ത് പറയരും വീണു കഴിഞ്ഞു. അവസാനം നിക്കക്കള്ളി ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ, ഇദ്ദേഹം തന്നെ വെട്ടി വീഴുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആരുമില്ലേ രക്ഷിക്കാൻ, അവർക്കാണ്, രക്ഷിക്കുന്നവനാണ് എൻ്റെ വീടും പുരയിടവും എന്ന് പറഞ്ഞപ്പോ അടിയങ്ങളുണ്ട് രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുകയും കുറെ പറയരങ്ങ് വരികയും ഈ പറയരെന്ന് പറയുന്ന വിഭാഗം അവരുടെ ആ വീര്യം, ആ രോഷം എല്ലാം അങ്ങ് കാണിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ കത്തി, കത്തി, വാള്, അതുപോലെ വെട്ടുകത്തി എല്ലാമായിട്ട് അവരങ്ങ് വന്ന് വളയുകയാണ്. അവിടെ വെച്ച് ആ അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത അധ്യായം, ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം, അല്ലെങ്കിൽ പറയാം. ഇനി ഇതിന്റെ ചെറിയൊരു അനലൈസേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് അനന്തപത്മനാഭനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. അത് നിങ്ങളൊന്ന് കാണുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ മാങ്കോയിൽ കുറുപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വരദരാജന്റെ ഒരു ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഈ മാങ്കോട് വീടാണ്. 64 മുറികളുള്ള വീടുകളായിട്ടാണ് ആ ചരിത്രത്തിലെ ആ രേഖയിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ അഗ്നിക്കിരയാക്കുന്ന സമയത്ത് ഓടി വന്ന് ഈ ആക്രോശം നടത്തി രക്ഷപ്പെടുത്തുന്ന ആള് അനന്തപത്മനാഭനാണ് എന്നാണ് ആ ചരിത്രരേഖയിൽ പറയുന്നത്. അപ്പൊ അത് ശരിയാണ് തെറ്റാണ് എന്നും പറയുന്നവരുണ്ട്. പക്ഷെ അത് കോപ്പർ പ്ലേറ്റിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഈ വരദരാജന്റെ അവരുടെ വീട്ടുകാര് അവകാശപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാളൊക്കെ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അത് തിരുമല പെരുമാളിന്റെ മകനാണ് അനന്തപത്മനാഭൻ വരുന്നത്. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വന്നിട്ട് എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തുന്നത്. ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ ബാക്കിയുള്ള ചാരോട് കൊട്ടാരവും മറ്റു കാര്യങ്ങളും അവിടെ മാങ്കോടാണെങ്കിൽ ഇവിടെ മാങ്കോട്
കുറിപ്പാണ് എന്ന് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ബാക്കിയുള്ള ഇതില് ചാന്നൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായിരുന്നോ ഇല്ലയോ ഒരു തെളിവുമില്ല അതിൽ പറയുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ നാടകത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നോവലിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയി ചേർത്തിരിക്കാം. കാർത്തികേയനിയമ്മ ഉണ്ടായിരുന്നു, പാറുക്കുട്ടിയുണ്ട്, ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ അവർ പറയുന്ന ആൾക്കാർ കഴക്കൂട്ടത്ത് പിള്ള കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ രേഖകളുണ്ട്. ഓക്കെ, അപ്പൊ പുതിയൊരു വിഷയം, പുതിയ 2ാം ഭാഗം മറക്കാതെ നിങ്ങൾ കാണണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം പറയാം. ഓക്കെ, എല്ലാവർക്കും നന്ദി.